ഗൗതമെ, വീണ്ടും ദാരുണമായൊരു സംഭവം നടന്നിരിക്കുന്നു. മലപ്പുറത്താണ് ഒരു കുട്ടിയുടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നിരന്തരമായ ആത്മഹത്യയുടെ വാക്ക് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ഭർത്തൃപീഡനം, ഇതെന്താ തീരാതെ, ഇത് നിൽക്കുന്നില്ല എന്നുള്ളത്. ഇതിൽ മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെൺകുട്ടിക്ക് സൗന്ദര്യമില്ല എന്ന് ആരെങ്കിലും പറയോ? കണ്ണുള്ള ആരും പറയില്ല. ആരും പറയില്ല. ഈ പെൺകുട്ടിക്ക് നല്ല സൗന്ദര്യമുള്ളൊരു പെൺകുട്ടിയാണ്. ഇനി സൗന്ദര്യം ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പീഡിപ്പിക്കുകയാണോ ചെയ്യുക? അല്ല, വേറെ കാര്യമുണ്ട്. ഈ പുറത്തെ സൗന്ദര്യമാണ് പറഞ്ഞതെങ്കിൽ കണ്ണുള്ള ആരും പറയില്ല. പിന്നെ ആ കുട്ടിയുടെ യഥാർത്ഥ സൗന്ദര്യം നമ്മൾ പറയുന്ന പോലെ ഈ പുറത്തല്ല എന്ന് വിശ്വസിക്കുന്നതാണല്ലോ. ഇതിൽ എളങ്കുളം, മലപ്പുറം എളങ്കൂരിലാണ് ഈ സംഭവം. അതായത് വിഷ്ണുജയ്ക്ക് വെറും 25 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഭർത്താവിൻ്റെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ ഈ പെൺകുട്ടിയെ കാണപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരം ഭർത്താക്കന്മാരുടെ വീട്ടിൽ തൂങ്ങി മരണങ്ങൾ ഭാര്യമാർ നടത്തുമ്പോൾ പുറത്തു വരുന്നത് പോലെ തന്നെ ചില വിവരങ്ങളും പുറത്തു വരുന്നു. അതിന് പിന്നിൽ സ്ത്രീധനം നൽകാത്തതിൻ്റെ പേരിലുള്ള ദേഷ്യമാണ് ഉയർന്നു കേൾക്കുന്നത് എന്നാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ആരോപിക്കുന്നത്. ഒപ്പം അതുമാത്രമല്ല, ഈ പെൺകുട്ടിക്ക് സൗന്ദര്യമുണ്ടായിരുന്നില്ല, ഇവക്ക് ജോലി ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെയൊക്കെ കാരണം കൊണ്ട് ഈ ഭർത്താവായിട്ടുള്ള പ്രഭിൻ നിരന്തരമായിട്ട് ഈ വിഷ്ണുജയെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചിട്ടുണ്ട്, മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന വിവരം. അതായത് ഈ പെൺകുട്ടിയുടെ പിതാവിനോട് സംസാരിച്ചപ്പം വീട്ടുമുറ്റം മാത്രമല്ല റോഡ് വരെ അടുപ്പിക്കുക, ബൈക്കിൽ കയറ്റാതിരിക്കുക, നിനക്ക് സൗന്ദര്യമില്ല, നിനക്ക് തടിയില്ല, നിനക്ക് ജോലിയില്ല, അപ്പോൾ ഇതൊന്നും കൊണ്ട് ബൈക്കിൽ കയറ്റാതിരിക്കുക. ഒന്ന് ആലോചിക്കണം, ഇയാൾ ഒരു മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നേഴ്സാണ്, രോഗികളെ പരിചരിക്കുന്ന ഒരാളാണ്. അത്തരം മാനസികാവസ്ഥ ഉണ്ടാവേണ്ട ഒരാളിൽ നിന്നാണ് ഈ പെൺകുട്ടിക്ക് നേരെ, ഭാര്യയ്ക്ക് നേരെ ഇത്തരം രീതിയിലുള്ളൊരു അധിക്ഷേപങ്ങളും ക്രൂരതകളും ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഗതിയാണ്. എനിക്കിതിലിപ്പോഴും മനസ്സിലാവാത്തത്, ഈ കുട്ടിയെ കണ്ണുള്ള ആർക്കും സൗന്ദര്യമില്ലെന്ന് തോന്നുകയില്ല. നല്ല സൗന്ദര്യമുണ്ട്. നല്ല സൗന്ദര്യമുണ്ട് എന്ന് മാത്രമല്ല, നല്ലൊരു പെൺകുട്ടി. ഞാൻ ആലോചിക്കുന്നതല്ല, 25 വയസ്സേ ഉള്ളൂ. അല്ല, ഇതിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്. അതായത് നിനക്ക് എൻ്റെ ജോലി കൊണ്ട് മാത്രം നിനക്ക് ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നീ കൃത്യമായിട്ടൊരു ജോലി കണ്ടെത്തണം എന്ന് അതിരൂക്ഷമായ രീതിയിൽ ഭർത്താവ് ഇവളോട് പറയുമായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നിരന്തരമായിട്ട് ജോലി കണ്ടെത്താനുള്ള പരിശ്രമങ്ങളൊക്കെ ഈ പെൺകുട്ടി നടത്തുന്നുണ്ടായിരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. 1 വർഷമായി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട്. അപ്പോൾ ഒരുപക്ഷെ 1 വർഷമായിട്ടും വിവാഹം കഴിഞ്ഞിട്ട് ജോലി കണ്ടെത്താൻ പറ്റാത്തതിൻ്റെ ഭാഗമായിട്ട് അതിക്രൂരമായ പീഡനമാവാം. മരിക്കുന്ന ഇപ്പം ബോഡിയിൽ നിന്ന് അതിക്രൂരമായിട്ടുള്ള മുറിവുകളൊക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ സുഹൃത്ത് പോലും ഈ പിതാവിനോട് ഒക്കെ പറയുന്നത്, ചില സമയങ്ങളിലൊക്കെ കയ്യിലും കാലിലൊക്കെ പല രീതിയിലുള്ള മുറിവേറ്റ പാടുകൾ കാണപ്പെടാറുണ്ടായിരുന്നു. അപ്പം ഇത്തരം രീതിയിൽ പുതുതായിട്ട് കല്യാണം കഴിച്ചു പോകുന്ന പെൺകുട്ടികളൊക്കെ നമ്മുടെ നാട്ടിൽ ഇത്തരം രീതിയിലുള്ള ഭർത്താക്കന്മാരുടെ ഭാഗത്തു നിന്നുള്ള പീഡനങ്ങൾക്ക് ഇരയാകുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു സംഭവം മാത്രമല്ല, നിരന്തരമായിട്ട് വരുന്ന പല വാർത്തകളിൽ നിന്നും നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ്. എൻ്റെ നാട്ടിൽ നിന്നല്ല, കേരളം മൊത്തമുള്ളൊരു പ്രശ്നമാണെന്ന് തോന്നുന്നു. ഈ സാധാരണ ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടാത്ത പ്രശ്നമുണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് പെണ്ണ് അന്വേഷിച്ച് പോകുന്ന ആളുകളാണ്. ആ സമയത്താണ് ഇവന് പെണ്ണ് കിട്ടി കല്യാണവും കഴിഞ്ഞിട്ട് സൗന്ദര്യമില്ല, മറ്റ് സ്ത്രീധനം കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇതൊക്കെ തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്, കേസ് അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. ഒരാൾ മരണപ്പെടുന്ന സമയത്ത് തന്നെ പുറത്തു വരുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതൊക്കെ സത്യമാണെങ്കിൽ ഈ പറയുന്ന കക്ഷി, പ്രബിൻ എന്ന് പറയുന്ന ഇവർ നേഴ്സായിരിക്കാനോ അല്ലെങ്കിൽ ഒരു മനുഷ്യനായി തന്നെ അവന് തുടരാനുള്ള യാതൊരു അർഹതയും ഇല്ല എന്നുള്ളതാണ്. കാരണം ഒരു പുരുഷൻ്റെ കായിക ബലം സ്ത്രീയുടെ മേത്ത്, ശരീരത്തിൽ അങ്ങ് തെളിയിക്കുക എന്നുള്ളതാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ രാജാവും നീ അടിമയുമാണ് എന്ന ഒരു മനോഭാവം കേരളത്തിൽ പണ്ട് മുതലേ ഉണ്ട്. കേരളത്തിലെന്നല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പണ്ട് മുതലേ ഉണ്ട്. അതൊരു പരിധി വരെ മാറി വരുന്ന ഈ കാലഘട്ടത്തിലാണ് അഭ്യസ്ത വിദ്യരാണ് എന്ന് നമ്മൾ സ്വയം വിശേഷിപ്പിക്കുന്ന മേനി നടിക്കുന്ന ആളുകൾ ചേർന്ന് ഒരു കുട്ടിയെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുക. നോക്കൂ, കല്യാണം കഴിച്ചിട്ടില്ല. അവൻ്റെ പ്രശ്നം അറിയൂ, കല്യാണം കഴിച്ച കുട്ടിയാണ്, അവന് കല്യാണം കഴിക്കാൻ പ്രശ്നമില്ലായിരുന്നു, എന്നിട്ട് അവന് ബൈക്കിൽ കയറ്റാൻ. ഇപ്പൊ കല്യാണം കഴിക്കുമ്പോൾ ഇവന് ഇതൊന്നും ആലോചിച്ചില്ലേ? ഈ പെണ്ണിനെ കാണാതെയാണോ പെട്ടെന്ന് കല്യാണ ദിവസമാണോ പെണ്ണിനെ കണ്ടത്?
സൗന്ദര്യം ഇല്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ് ഇവർ സ്ത്രീധനത്തിൻ്റെ കാര്യം? ഇത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, കല്യാണം കഴിക്കുമ്പോൾ തന്നെ ഈ പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സർക്കാർ ജോലി ഉണ്ടെങ്കിൽ അപ്പം കഴിച്ചു കൊടുക്കും, ഇവർ ചോദിക്കുന്ന സ്ത്രീധനം കൊടുക്കും. സ്ത്രീധനം എന്ന് പറയുന്ന കാര്യം കൊടുക്കരുത് എന്ന നിയമമായിട്ട് തെറ്റാണ്. സ്ത്രീധനം ചോദിക്കരുത്, എൻ്റെ മകൾക്ക് സ്ത്രീധനം തരില്ല, എൻ്റെ മകളോട് സ്ത്രീധനം ചോദിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ഇവിടുത്തെ മാതാപിതാക്കൾ തയ്യാറാവുന്നില്ല. അവിടെയാണ് ഈ പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിടുന്നതിൻ്റെ ആദ്യത്തെ പടി ഇത്തരം മാതാപിതാക്കളാണ്. ഇവരാണ് ഈ ഇങ്ങനത്തെ ഒരു നിലപാട് കൊണ്ട് നടക്കുന്ന ആളുകളാണ്. എന്നിട്ട് ഇവരെ നെഞ്ചത്തടിച്ച് കരയും. ഇതുകൊണ്ടൊരു പ്രയോജനവും ഇല്ല. സത്യത്തിൽ ആലോചിച്ച് നോക്കുക എത്രമാത്രം ദാരുണമാണ് ഈ ഒരു സംഭവം എന്നുള്ളത്. ഇതിപ്പോൾ ഇത്തരം വാർത്തകൾ ഇപ്പം നിരന്തരം കണ്ട് നമുക്ക് എന്താ പറയുക, ഒന്നും പറയാനില്ലാത്തൊരവസ്ഥ. സത്യത്തിൽ ഉത്രാവധ കേസ് ഗൗതമൻ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. പാമ്പിനെ കൊണ്ട് കടുപ്പിക്കുകയാണ് ചെയ്തത്. അതായത് ഉത്രയ്ക്ക് സൗന്ദര്യമില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീധനത്തിൻ്റെ വിഷയം ഉണ്ടായിരുന്നു. ഉത്ര മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്വത്തുക്കൾ കിട്ടുകയും തനിക്ക് സുന്ദരമായി വേറെ കല്യാണം കഴിക്കാമെന്നുള്ള ധാരണയുണ്ടായിരുന്നു. ഈ തരത്തിൽ എത്രയോ അധികം കേസുകളാണ് നിരന്തരമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, പല വിധങ്ങളിലുള്ള കേസുകൾ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ഫെമിനിസ്റ്റുകൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്നറിയോ? ഞാൻ പല സമയത്തും ഫെമിനിസം അല്ലെങ്കിൽ യഥാർത്ഥ ഫെമിനിസം അല്ല പറയുന്നത്, ഫെമിനിച്ചി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കാറുണ്ട് പലപ്പോഴും. അത്തരം ആളുകൾ ഉണ്ടായി വരുന്നത് ഇത്തരം ചില പ്രവണതകൾക്ക് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്ന മനുഷ്യരോടുള്ള ആ ഒരു എന്താ പറയുക, ഒരു നിസ്സഹായ അവസ്ഥയിൽ നിന്നുണ്ടാകുന്ന ഒരു ദേഷ്യമുണ്ട്. അത് ഈ ആണുങ്ങളോട് തീർത്ത് പുരുഷ സമൂഹത്തോട് തീർത്ത് ഇവരെന്ത് ചെയ്യാണ്, അവരുടെ മേലേക്ക് മുഴുവൻ കൊണ്ടുപോയി തള്ളുകയാണ്. ഒരു തരത്തിൽ പറയുന്ന നിസ്സഹായ അവസ്ഥയാണ്. ഇതിനെല്ലാം കാരണം ഇവിടെ കൃത്യമായൊരു നിയമവ്യവസ്ഥ ഈ കാര്യത്തിലില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് ക്രിസ്ത്യൻ സമൂഹത്തിൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പ്രീ മാരിറ്റലായിട്ടുള്ള കൗൺസിലിങ്ങൾ കൊടുക്കാറുണ്ട് അവർ. അതുകൊണ്ട് തന്നെ മുഴിക്കുന്നതിന് മുമ്പ് അതുകൊണ്ട് തന്നെ അവർ മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കാറുണ്ട്. അതുകൊണ്ട് ഒരു പരിധി വരെ അവർക്ക് അവരുടെ കുടുംബജീവിതം നന്നായി കൊണ്ടുപോകാൻ പറ്റാറുണ്ട്. ഇവിടെ നമ്മൾ ആലോചിക്കും ഹിന്ദു സമൂഹം ആയിക്കോട്ടെ മറ്റ് പല സമൂഹം ആയിക്കോട്ടെ, ഒരു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്താണ് വിവാഹം, നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൗൺസിലിങ്ങിന് ആരെങ്കിലും പോകാറുണ്ടോ? ഞാൻ കൗൺസിലിങ്ങിന് പോകാൻ എനിക്കെന്താ മാനസിക പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന വിവരം കെട്ട ആളുകളാണ് സത്യത്തിൽ കേരളീയർ. സത്യമാണ്. അങ്ങനെ ഒരു മാരിറ്റൽ കൗൺസിലിങ്ങിനോ പ്രീ മാരേജ് കൗൺസിലിങ്ങിനോ ഇവർ പോകാറില്ല. ഈ പറയുന്ന രണ്ടാളുടെയും മാനസിക നില ഒരു കൗൺസിലർ പരിശോധിച്ചിട്ട്, ഞാൻ പറയട്ടെ ഗൗതമ, ശാരീരിക ആരോഗ്യം പോലെ തന്നെയല്ലേ മാനസികാരോഗ്യം? അതെ, കൃത്യമായിട്ടും. അല്ലെ, ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷ്ണു മറ്റു കാര്യം നമ്മൾ അന്വേഷിക്കേണ്ടത്, നിർബന്ധിപ്പിച്ചിട്ട് ഇവിടെ കല്യാണം കഴിപ്പിച്ചതാണോ, വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രഷർ? പറയാൻ പറ്റില്ല. കാരണം 25 വയസ്സേ ഉള്ളൂ, ജോലി ഇല്ല എന്ന് കേൾക്കുന്നു. അപ്പം അങ്ങനെയുള്ളൊരു പ്രഷർ ഈ കുട്ടി നേരിട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അത്തരം ഒരു പ്രഷർ നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ജോലി ചെയ്യാൻ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിയമവ്യവസ്ഥ പരാജയമായിട്ട് തീരുകയാണ്. മൊത്തത്തിൽ പരാജയമായി തീരുക. ഒരു നിയമം തന്നെ ഇവിടെ ഇല്ല. കാരണം ഇത്തരം വിഷയങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് പോലീസിൽ പോയിട്ട് കേസ് കൊടുക്കുകയും ഇയാൾക്കെതിരെ പരാതി കൊടുക്കുകയായിരുന്നു ആദ്യം വേണ്ടത്. വീട്ടിൽ നിന്ന് തല്ലുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള ധൈര്യമായിരുന്നു ഈ പെൺകുട്ടി കാണിക്കേണ്ടത്. അതിന് പകരമായിട്ട് വെറും 25 വയസ്സുള്ള ഒരു പെൺകുട്ടി അതാണ് പരിഹാരം എന്ന് പറയുന്നത് ആത്മഹത്യയാണ് എന്ന് പറയുന്ന മാനസികാവസ്ഥയിലേക്ക് ആളുകൾ എത്തിച്ചേരുക എന്ന് പറയുന്നതിന്റെ ദുരന്തമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വെറും 25 വയസ്സേ ഉള്ളൂ. ഇനി എത്ര കാലം ജീവിക്കാനുണ്ട്? ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? ഈ പെൺകുട്ടി ഇപ്പം തൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പറയും, ഇങ്ങനെ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടാക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പറയും എന്താണെന്നറിയോ, നീ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം വീട്ടുകാർ പറയും നീ അഡ്ജസ്റ്റ് ചെയ്യും, കാരണം നീ ഭർത്താവിന്റെ വീട്ടിലാണ്, പറയാൻ പാടില്ല എന്നൊക്കെ പറയും. അപ്പൊ ഇത് കേട്ടിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയി പോലീസിൽ പരാതി കൊടുത്ത് ഞാൻ എങ്ങോട്ട് പോകും, ഞാൻ ഇവിടത്തേക്കല്ലേ തിരിച്ചു വരേണ്ടത് എന്ന ഭയം ഉണ്ടാവില്ലേ? ഇതിനൊന്നും ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത്, ഒന്ന് മാതാപിതാക്കൾക്ക് കൃത്യമായി മക്കൾ കച്ചവട ചരക്കല്ല എന്നുള്ളത് ബോധ്യപ്പെടുക. 2, ഓരോ പെൺകുട്ടിയും ഓരോ ആൺകുട്ടിയും തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും തങ്ങൾ ചെയ്യേണ്ട കടമകളെക്കുറിച്ചും ബോധവാന്മാരാകുക. വേറൊരു കാര്യം എന്ന് പറയുന്നത്, 20-നും 30-നും ഇടയിൽ നിർബന്ധമായിട്ടും കല്യാണം കഴിച്ചിരിക്കണം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് എടുത്തു മാറ്റുക. അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രഷറാണ് പല ആളുകളുടെയും തലേൻ്റെ ഉള്ളിൽ
ഉണ്ടാക്കി തീർക്കുന്നത്. സത്യമല്ലേ? സത്യമാണ്. അത് ഞാൻ പറയാം, പല പെൺകുട്ടികളും അല്ലെങ്കിൽ ആൺകുട്ടികളൊക്കെ 24, 25, ഇപ്പം ആൺകുട്ടികൾ 25, 26 കഴിയുമ്പോഴേക്കും പെൺകുട്ടികൾ 22, 23 കഴിയുമ്പോഴേക്കും പെൺകുട്ടികൾ തുടങ്ങും, ഇവളെന്താ കല്യാണം കഴിക്കാത്ത, ഇവക്കെന്താ പ്രശ്നമുണ്ടോ എന്ന് തുടങ്ങി ലൈംഗികപരമായ പ്രശ്നങ്ങളിലേക്ക് വരെ ചെന്ന് എത്തിക്കും ഇവരുടെ സംസാരം. യഥാർത്ഥത്തിൽ മറ്റൊരാളുടെ ജീവിതം വെച്ച് പന്താടാൻ നിൽക്കരുത്. എന്തിനാണ് ഇവർക്കൊക്കെ, അവർ കല്യാണം കഴിക്കുകയോ കല്യാണം കഴിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. ഇപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷത്തിലേറെയായി. അവർക്ക് 3 വർഷമായിട്ട് കുട്ടികൾ വേണ്ട, ഒന്ന് സെറ്റിൽഡ് ആയിട്ട് കുട്ടികൾ മതി എന്ന തീരുമാനത്തിലായിരുന്നു. അതുകൊണ്ട് പക്ഷേ ഈ 3 കൊല്ലം കഴിയുമ്പോഴേക്ക് ഇവർക്ക് മരുന്ന് ഉപദേശിച്ച് കൊടുക്കുന്ന ആളുകൾ, ഏത് രീതിയിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഉപദേശിച്ച് കൊടുക്കുന്ന ആളുകൾ, ഭർത്താവുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ആളുകൾ, അത് ഭാര്യയ്ക്കാണോ പ്രശ്നം ഭർത്താവിനാണോ പ്രശ്നം എന്ന് അന്വേഷിക്കുന്ന ആളുകൾ. ഞാൻ പറയുന്നത്, അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊരു ഒപ്പീനിയൻ ആരോടെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇതല്ലാതെ മറ്റൊരു മനുഷ്യൻ്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറിയിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇവർ പ്രസവിക്കുന്നത് തീരുമാനിക്കുന്നത് പോലും മറ്റുള്ളവരാണ് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ കല്യാണം കഴിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഒരു മാനസികാവസ്ഥയ്ക്കും നമ്മുടെ ഒരു വൈബിനും ഉള്ളൊരാളെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഇത് പിന്നീട് കല്യാണം കഴിച്ചിട്ട് വേറെ കുറേ കോംപ്ലിക്കേഷൻസിലേക്കും അവിടെ വേറെ കുറേ തർക്കങ്ങളിലേക്കും പോകുന്നതിനെക്കാട്ടി നല്ലത് അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണല്ലോ. ഇങ്ങനെ ഒരാളെ കണ്ടെത്താൻ പറ്റാതിരിക്കുന്നെങ്കിൽ അതാണ് എല്ലാവരും ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ ഒരു നിർബന്ധത്തിന് വഴങ്ങി വെറുതെ അനാവശ്യമായിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ അഭിഹിതങ്ങൾ ഉണ്ടായി, ഇവളുമായിട്ട് താല്പര്യമില്ലാണ്ട്, എന്നിട്ട് വെറുതെ ആളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ മുമ്പിൽ നിർത്തുക, കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെയൊക്കെ ആവശ്യമില്ല. അപ്പം പറ്റുന്ന ഒരാളെ കല്യാണം കഴിക്കാൻ ശ്രമിക്കുക, ഏറ്റവും യോജിച്ചു പോകുന്ന ഒരാളെ, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇതൊന്നും ഇപ്പോഴും നടക്കുന്നില്ല. ഈ വർത്തമാനങ്ങൾ മാത്രം തുടരുന്നത് മാത്രമേ ഉള്ളൂ. പലപ്പോഴും ഇത്തരം സംഭവങ്ങളൊന്നും നടക്കുന്നില്ല, വെറും വർത്തമാനത്തിൽ മാത്രം അത് ഒതുങ്ങിപ്പോവുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ നിരന്തരമായിട്ട് നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മലപ്പുറത്തെ ഒരു ദാരുണമായ സംഭവമാണ് നടന്നത്. അതിൻ്റെ അന്വേഷണം നടക്കട്ടെ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കരുത് എന്ന് ആവർത്തിച്ച് നമ്മൾ പറയുമ്പോഴും വീണ്ടും ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഇനിയെങ്കിലും നമുക്ക് ഇത് ചർച്ച ചെയ്യാതിരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ.